കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പലതരം ബാക്ടീരിയകളെ കുറിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആർക്കി ബാക്ടീരിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല ടൈപ്പിലുണ്ട്, കോമ ഷേപ്പിലുണ്ട്, സർപ്പിളാകൃതിയിലുണ്ട്. ഇതൊക്കെ ഉപാപചയ പ്രവർത്തനം വൈവിധ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാസസംശ്ലേഷണ സ്വപോഷികളെ ഭൂരിപക്ഷവും ബാക്ടീരിയകളും പരപോഷികളുമാണ്. ഇനി ആർക്കി ബാക്ടീരിയയ്ക്ക് പോകാം. കഠിനമായ ആവാസങ്ങളായിട്ടുള്ള ഉപ്പരസം കൂടുതലുള്ള സ്ഥലങ്ങൾ, അതാണ് ഹാലോഫൈലുകൾ, ചൂട് നീരുറവുകൾ, തെർമോസിലോഫൈലുകൾ, ചതുപ്പ് നിലങ്ങൾ, മെഥനോജനുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം കാണുന്ന ബാക്ടീരിയകളാണ്. അതികഠിന സാഹചര്യങ്ങളിൽ ജീവിക്കാൻ സഹായിക്കുന്ന കോശഭിത്തിയുടെ പ്രത്യേക ഘടനയാണ് ആർക്കി ബാക്ടീരിയ മറ്റ് ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ പശു, എരുമ മുതലായ അയവിറക്കുന്ന ജീവികളുടെ അനുഭവത്തിൽ ഇവ കാണപ്പെടുന്നു. ഇത്തരം ജീവികളുടെ ചാണകത്തിൽ നിന്ന് മീഥെയ്ൻ ഉണ്ടാകുന്നതിന് കാരണം ഈ ബാക്ടീരിയകളാണ്. ഇനി യു ബാക്ടീരിയയെ കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് യു ബാക്ടീരിയ അഥവാ യഥാർത്ഥ ബാക്ടീരിയ പ്രകൃതിയിലുണ്ട്. ഉറപ്പുള്ള കോശഭിത്തി, ചലിക്കുന്നവയാവിയാൽ ഫ്ലജല്ലയുടെ സാന്നിധ്യം എന്നിവയാണ് ഇവയുടെ സവിശേഷതകൾ. സയാന ബാക്ടീരിയയ്ക്ക് നീലഹരിത ആൽഗകളെന്നും അറിയപ്പെടുന്നു. ഹരിതസസ്യങ്ങളുടേത് പോലുള്ള ഹരിതകം ഉള്ളതിനാൽ ഇവ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികളാണ്. ഇവ കോശികളായോ കോളനികളായോ തന്തുക്കളുടെ രൂപത്തിലോ ശുദ്ധജലത്തിൽ, സമുദ്രജലത്തിൽ അല്ലെങ്കിൽ കരയിൽ കാണപ്പെടുന്ന ആൽഗകളാണ്. ജലാറ്റിൻ ആവരണങ്ങളാൽ കോളനികൾ ആവരണം ചെയ്ത് കാണപ്പെടുന്നു. മലിന സ്രോതസ്സുകളിൽ ഇവയുടെ എണ്ണം വളരെ പെട്ടെന്ന് പെരുകുന്നു. അപ്പോൾ ഇവയിൽ ചിലത് ഹെറ്ററോസ്റ്റ്, അതായത് പ്രത്യേകതരം കോശങ്ങൾ അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരിക്കാൻ കഴിയും. ഉദാഹരണം നോസ്റ്റോക്ക്, അനബീന. ATP നിർമ്മാണത്തിനായിട്ട് നൈട്രേറ്റ്, അതുപോലെ നൈട്രൈറ്റ്, അമോണിയ എന്നീ കാർബണിക പദാർത്ഥങ്ങളെ ഓക്സീകരിച്ച് അവയിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് രാസസംശ്ലേഷണ ശേഷിയുള്ള സ്വപോഷികൾ. നൈട്രജൻ, ഫോസ്ഫറസ്, ഇരുമ്പ്, സൾഫർ തുടങ്ങിയ പോഷകങ്ങളുടെ പുനഃചംക്രമണം നടത്തുന്നതിന് വളരെ പങ്ക് വഹിക്കുന്നു. പരപോഷികളായിട്ടുള്ള ബാക്ടീരിയയാണ് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. പ്രകൃതിയിലധികവും ഇവയിലെ ഭൂരിഭാഗവും വിഘാടകരാണ്. മനുഷ്യജീവിതത്തിൽ ബാക്ടീരിയകൾ വളരെ സ്വാധീനം ചെലുത്തുന്നു. പാലിൽ നിന്നുള്ള തൈരുൽപ്പന്നം, ആൻറ്റിബയോട്ടിക്കുകളുടെ നിർമ്മാണം, പയർച്ചെടിയുടെ വേരുകളിലെ നൈട്രജൻ സ്ഥിരീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ബാക്ടീരിയ സഹായിക്കുന്നു. മനുഷ്യൻ, വിളകൾ, കാലികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയ്ക്ക് ചില ബാക്ടീരിയകൾ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ എന്നിവ വ്യത്യസ്ത ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ബാക്ടീരിയ പ്രധാനമായ വിഭജനത്തിലൂടെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ചില പ്രതികൂല സാഹചര്യങ്ങൾ അവ രേണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജനിതക വസ്തു കൈമാറ്റം നടത്തുന്ന പ്രാകൃത രീതിയിലുള്ള ഒരു തരം ലൈംഗിക പ്രത്യുൽപാദനവും ചില ബാക്ടീരിയയിൽ കണ്ടുവരുന്നു. അടുത്തത് പൂർണ്ണമായും കോശഭിത്തി ഇല്ലാത്ത ജീവികളിനെ മൈക്കോപ്ലാസ്മകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോശ ശരീരങ്ങൾ വെച്ചിട്ട് ഏറ്റവും ചെറിയ, അല്ലെങ്കിൽ ജീവകോശങ്ങൾ വെച്ചിട്ട് ഏറ്റവും ചെറിയ ജീവികളാണ് മൈക്കോപ്ലാസ്മ. അതിൻ്റെ ഓക്സിജൻ്റെ അഭാവത്തിൽ അവർ ജീവിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ മൈക്കോപ്ലാസ്മകളും ജന്തുക്കളും സസ്യങ്ങളുടെ അസുഖങ്ങളും ഉണ്ടാക്കുന്നവയാണ്. ഇനി പ്രൊട്ടിസ്റ്റിലേക്ക് പോയാണ്. യുക്കാരിയോട്ടുകളായ എല്ലാ ഏകകോശ ജീവികളെയും പ്രൊട്ടിസ്റ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവ കിണ്ഡത്തിൻ്റെ അതിർവരമ്പുകൾ വ്യത്യസ്തമല്ല. ഒരു ജീവശാസ്ത്രജ്ഞന് പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ഒരു പ്രൊട്ടിസ്റ്റ് എന്ന് കരുതി മറ്റൊരാൾക്ക് ഒരു സസ്യം